ആൾക്കാർ എന്ത് അടിച്ചു പൊളിച്ചാൽ ജീവിക്കുന്നതെന്ന് അറിയോ? 60, 70, 80 വയസ്സുള്ള നല്ല പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ആയിരിക്കും. അവരൊരു കുഞ്ഞു പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നു. ഇവിടെ മൊത്തത്തിൽ നൈസ് വൈബാണ്, ശ്രദ്ധിച്ചോ? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിൽക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു മഴ പെയ്യോ എന്നറിഞ്ഞൂടെ. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മാറും. ചിലപ്പോൾ വെയിൽ വരും, മഴ വരും, മഞ്ഞ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇന്ന് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് താമസിച്ച വീടാണ് ഇത്. നമ്മുടെ ക്രിസ് ഉണ്ടായിരുന്നല്ലോ, ക്രിസ് അയ്യോ ഇപ്പോൾ കുഴിയിൽ വിടാനേ. അപ്പോൾ ക്രിസ് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? 6 പേരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് താമസിച്ചത്. വേറെ കാര്യമുണ്ട്, ഞാൻ ഹോസ്റ്റൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വൻ ഷോക്കും ഹോസ്റ്റലായിരുന്നു. അത് അവിടെ ഭയങ്കര കൺജസ്റ്റഡും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നൈസായിട്ട് ഇങ്ങോട്ട് മാറി. നല്ല തണുത്തായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ ആളുകളുടെ ഒപ്പം തന്നെയാണ്. അവർ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ വിട്ടല്ല ഇന്ന് മൊത്തം മെൽബൺ സിറ്റി കാണാം. യെസ്, മെൽബൺ സിറ്റി കാണാനുള്ള പരിപാടിയാണ് ഇന്ന് കൂടി കേട്ടോ. ലാസ്റ്റ് ഡേ ആണ്, നാളെ പോവും. പോവാന്നാ? യെസ്, എന്നാൽ ഞങ്ങളിന്ന് പോയിട്ട് വരാം. വൈകിട്ട് കാണാം. ബൈ. നമ്മളെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. ഇവിടെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. അത് കണ്ട, നാട്ടിലെ പോലെ ആരും അടിച്ചൊന്നും വരില്ല. നമ്മൾ ന്യൂസിലാൻഡിലും കണ്ടല്ലോ ഇങ്ങനെ. ഇവിടെ പല ടൈപ്പ് ഡീസലല്ല, ഇത് പെട്രോളല്ല അടിക്കണം, പെട്രോളാണ്. ഇതുണ്ട്, ഇത് സുപ്രീം ഉണ്ട് 98, എക്സ്ട്രാ 95, പിന്നെ 91. ഇവിടെ പല ടൈപ്പ് പെട്രോൾ ഉണ്ട്. 91, പിന്നെന്താണ് സ്പെഷ്യൽ ഡീസൽ എന്നൊക്കെ പറയുന്നത്. സ്പെഷ്യൽ ഡീസൽ. ഇവിടെ പെട്രോളിന് $1.85. അതായത് നാട്ടിലെ ഒരു 95 രൂപ. സെയിം ആണെന്നുള്ളൂ അല്ലേ, 5 രൂപ കുറവ്. ഏകദേശം സെയിമാണ്. പിന്നെ എല്ലാ പെട്രോൾ പമ്പിനോടും അനുബന്ധിച്ച് ഇതേപോലത്തെ കടകളുണ്ടാവും. ഈ 7-Eleven നമ്മൾ കണ്ടിട്ടില്ലേ, തായ്ലൻഡിൽ എവിടെ പോയാലും നമുക്ക് 7-Eleven കാണാം. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ്, കോഫി, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇവിടെ കാണും. അതെല്ലാ പെട്രോൾ പമ്പിലും ഉണ്ടാവും അല്ലേ ഇങ്ങനെ. അത് നല്ലൊരു പരിപാടിയല്ലേ, ടോയ്ലറ്റ് അടക്കം അല്ലേ. എല്ലാം. പിന്നെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, 7-Eleven ഒരു ആപ്പാണ്. നമ്മള് വില കുറവുള്ള ഏരിയാസിൽ ഓരോ പെട്രോൾ പമ്പിനും ഓരോ വിലയാണ്. ഇവിടെ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റേറ്റ് മുഴുവൻ ഒരു വിലയല്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കി നടക്കുമ്പോൾ ചില പമ്പില് ചില ഏരിയയില് കോസ്റ്റ് കുറവുള്ള ഏരിയയിലാണെങ്കിൽ വിലക്കുറവ് കാണും. അപ്പൊ അതില് നമ്മൾ കാറിൽ പാസ് ചെയ്യുമ്പോൾ വേഗം ആപ്പ് തുറന്ന് ആ പ്രൈസ് ലോക്ക് ചെയ്ത് വെക്കാം. 7 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് ഇതാണ് എന്റെ പ്രൈസ്. ഇപ്പൊ ഇവിടെ 185 ഇവിടുത്തെ വില. പക്ഷെ എന്റെ കയ്യിൽ 184 ലോക്ക് ഉണ്ട്. അപ്പൊ ഈ പൈസ ഞാൻ കൊടുത്താൽ. അതായത് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സ്ഥലത്തും ഒരേ വില അല്ല, ഓരോ പമ്പിലും ഓരോരോ വിലകൾ. അത് ഇവിടെ എന്ത് സാധനം അരി മേടിക്കാൻ തന്നെ 10 കടയിൽ പോയ 10 വിലയായിരിക്കും. നോക്കി കണ്ട് മേടിക്കണം. MRP എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അത് ഇവിടെ ആക്ച്വലി കഷ്ടമാണ്. RP ആണ്, റെക്കമെൻഡഡ് റീറ്റെയിൽ പ്രൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. അത് കൊള്ളാം. അങ്ങനെയുണ്ട്. അത് നമുക്ക് നമ്മൾ ഓൺലൈനൊക്കെ നോക്കി കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് സെയിൽ ഇടും. പിന്നെ ചിലപ്പോൾ ചില കടകളിൽ പ്രൈസ് മാച്ച് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു കടയിൽ ഈ സാധനം ഇതിലും വില കുറഞ്ഞ് തന്നാൽ ഞങ്ങൾ ആ വിലക്ക് തരാം എന്നുള്ള സെറ്റ് ഉണ്ട്. എന്നാലും ഇപ്പൊ അരി ഒരു കടയിൽ 100 രൂപയാണെങ്കിൽ വേറെ കടയിൽ വേണം 250 രൂപ വരെ അരി കാണും. സെയിം സാധനം. ഞാൻ അത് എന്റെ പുതിയ അറിവാണ്. നമുക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. കൊള്ളാം. അപ്പൊ നമ്മൾ നോക്കി കണ്ട് മേടിച്ചില്ലെങ്കിൽ കടയിൽ മേടിച്ചാൽ കയറി മേടിച്ചാൽ സെയിം പ്രോഡക്റ്റ് സെയിം ക്വാളിറ്റിക്ക് നമ്മൾ ചിലപ്പോൾ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ പെട്രോൾ പമ്പിലും ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ വെള്ളവും ഇങ്ങനൊരു സാധനവും ക്ലീനറും. അത് ഫ്രീ ആണ്ട, നമ്മൾ തന്നെ എടുത്ത് ചെയ്യണം. പക്ഷെ നമ്മൾ തന്നെ പണിയെടുക്കണം. ആരും വന്ന് ചെയ്തു തരില്ല. പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം. എന്നിട്ട് കാശ് നേരെ അവിടെ കൊണ്ടേക്ക് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ ഷോപ്പ്. അത്യാവശ്യം സ്നാക്സ് ഐറ്റംസ്, കുടിവെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇവിടെ കുറേ കഴിക്കാൻ സാൻഡ്വിച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി, ഒരു കുപ്പി വെള്ളം $5. ഒരു കുപ്പി വെള്ളത്തിന് $5, ഏകദേശം 250 വരും അല്ലേ. $5 250 രൂപ ഇന്ത്യൻ മണി അല്ലേ. $5 250 അല്ലേ. അടിപൊളി. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ നിലയിലുള്ള കാർ പാർക്കിലാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ $23 റേറ്റ് വരുന്നത്. $23 എന്ന് പറയുമ്പോൾ നാട്ടിലെ ഇന്ത്യൻ മണി 1200 രൂപ വരും. ഇവിടെ അങ്ങനെയാണല്ലോ. നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, കാർ പാർക്കിങ്ങിന് ഭയങ്കര പൈസയാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ചീപ്പായിരിക്കും എന്ന് തോന്നുന്നു. $10, $8 അല്ലെങ്കിൽ $15. ഇവിടെ 23. അപ്പോൾ വിട്ടാലോ.
നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, എന്നിട്ടാണ് നമ്മളിനി പോകുന്നത്. നമ്മളെ ഇപ്പോൾ വന്നിരിക്കുന്നത് വിൽസൺ പാർക്കിംഗ് എന്ന് പറയും. അവിടെ മെൽബൺ സ്കൈഡക്ക്, നമ്മൾ സ്കൈഡക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് $34. പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ $60. അതായത് ബാറുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണ്, എന്തോ തിയേറ്റർ ഒക്കെ ഉണ്ടല്ലേ, VR സിസ്റ്റം ഉണ്ട് നമ്മുടെ കണ്ണിൽ, മറ്റേ VR ക്യാമറയും 3D 4D എല്ലാം കണ്ടിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു വിഷ്വൽ വെർച്വൽ ടൂർ കിട്ടും. അത് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, മെൽബൺ സ്കൈഡക്ക് കണ്ട. നമ്മൾ മുകളിൽ പോകാൻ പോകണം, മെൽബൺ സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. വാ. ഇത് സ്കൈഡക്ക് എൻട്രി ദിസ് വേ. ഇതിലെ പോകണം. ഇത് മെൽബൺ സിറ്റിയുടെ ഒരു ചെറിയ മാപ്പിംഗ് ആണെന്ന് തോന്നുന്നു. കണ്ട, മിനിയേച്ചർ ഉണ്ടാക്കി ചെയ്യണം. കൊള്ളാലോ. ഇങ്ങനെ കാണോ മോളിൽ നിന്ന്? ഇങ്ങനെ കാണോന്ന് അറിഞ്ഞൂടാ, നമുക്ക് പോയി നോക്കാം. ഹായ്, നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ് പോകുന്നത്. ഓ, ഇത് ഗ്രൗണ്ട് ലെവലാണ് കേട്ടോ. എൻ്റെ മോനെ ലിഫ്റ്റ് പറക്കുന്ന കണ്ട. 44, 45, 46, 47 ചെവി അടയുന്നു. അയ്യോ, എന്ത് സ്പീഡിലാണ് പോകുന്നത് നോക്കിയേ. 20 പാസഞ്ചേഴ്സിനെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ലിഫ്റ്റാണ്. 80 82 81 എന്തോരോ പോണോ. അയ്യോ, യുറേക്ക ടവർ എന്നുണ്ടോ, വെൽക്കം ടു യുറേക്ക ടവർ. 88 ഇവിടെ എത്തി, 88. അയ്യോ, സ്കൈഡക്ക് ഇതാണ് യുറേക്ക ടവർ. സ്കൈഡക്കിലേക്ക് എത്തിയേക്കാണ്. 88 നിലയിൽ. ചെവി അടഞ്ഞോ ചെറുതായിട്ട്. പിന്നെ ഒരു ചെറിയൊരു ആട്ടമൊക്കെ, കാരണം പെട്ടെന്ന് താഴ്ത്തുനിന്ന് മുകളിലോട്ട് വന്നല്ലേ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ക്ലോസ്ഡ് ആണ്, പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ കാണാം. ഇവിടെ ബാറൊക്കെ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. മെൽബൺ സിറ്റിയുടെ കാഴ്ചകൾ, യാരാ റിവറൊക്കെ കാണാം. ഓക്കെ, അടിപൊളി. കടലും കാണാമല്ലോ. ഇവിടെ ഒരാൾ 4 വർഷമായിട്ട് മെൽബണിൽ താമസിക്കുന്ന ഒരാളുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ വ്യൂ കാണുന്നത്. വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ പോയാലുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അതിന്റെ കാര്യമുണ്ട്. നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ നിന്നാല് 40 നില വരെയുള്ള വ്യൂ നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർക്കും, ഇനിയിപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ലാന്ന് ഓർക്കും. പക്ഷെ ഇത് വേറെ ലെവലാണ്. ഇത് നമ്മൾ 88ാമത്തെ ഫ്ലോറിലാണ്. പണ്ട് കാലത്ത് മെൽബണിലെ ഏറ്റവും പൊക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഇതിലും പൊക്കമുള്ള ബിൽഡിംഗ് വേറെ വന്നു. നാട്ടിൽ നിന്ന് വരേണ്ടി വന്നു. ഇതൊന്നും ഞാൻ കാണാൻ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ ഹൈവേ കൂടി ചീറിപ്പായിന്ന് കാണാം. അതുപോലെ കടലിന്റെ കാഴ്ചകൾ കാണാം. പിന്നെ മെൽബണിലെ പ്രധാന ബിൽഡിങ്സ് എല്ലാം കാണാം. നല്ല രസമുണ്ട്. യാരാ റിവർ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ മെൽബൺ സിറ്റിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. കടൽ തീരത്ത് ഏതോ ഒരു കപ്പൽ വന്ന് കിടക്കുന്നത് കാണാം. പിന്നെ ഇവരുടെ കണ്ടെയ്നർ ടെർമിനലാന്ന് തോന്നട്ടോ, വലിയ ഷിപ്പുകൾ എന്തൊക്കെ വന്ന് കിടപ്പുണ്ട് കണ്ടോ. കണ്ടെയ്നേഴ്സൊക്കെ വെച്ചേക്കുന്നത് കാണാം. ഈ ഭാഗത്തൊക്കെ എനിക്കാണ് വീടുകളാണെന്ന് തോന്നുന്നു. വീടുകൾ അങ്ങനെ എല്ലാ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് മെൽബൺ സിറ്റി എന്താണെന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് കാണാം. ഇന്ന് ശരിക്കും മൊത്തം ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. കാർമേഘം ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. എന്നാലും അതൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ യാരാ റിവറിന്റെ മുകളിൽ കൂടിയുള്ള പാലത്തിൽ കൂടി ട്രാമൊക്കെ പോകുന്ന കാണാം. അതിൻ്റെ ഒപ്പം കാറുകളൊക്കെ പോകുന്നു. പിന്നെ നോക്കുമ്പോൾ ദേ ഇവിടെ കണ്ട് റെയിൽവേ പാത കാണാം കേട്ടോ. ഇതിൽ കൂടി ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. തലങ്ങും വിലങ്ങും പോകുന്ന ട്രെയിനുകളുടെ കാഴ്ചകൾ. ഇവിടെ ഇങ്ങനൊരു പരിപാടിയുണ്ട്. ഒരു ചേച്ചി ഇതിനകത്ത് തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നുണ്ട. എന്താണ് സംഭവം എന്ന് അറിയാമോ? കണ്ണിലൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് കണ്ട, അതാണ് ആ പുള്ളിക്കാരെ ആ TV കാണുന്നുണ്ട. അപ്പോൾ നമ്മളിങ്ങനെ തൂങ്ങി പോകുന്ന പോലെയുള്ളൊരു ഗ്രാഫിക്സ് നമുക്ക് കാണാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണത്. ഇവിടെ ഓരോ സൈഡിലും ഓരോ കാഴ്ചകളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കണ്ട, ഈ താഴെ കാണുന്നൊക്കെ റെയിൽവേ പാതയാണ്. യാരാ റിവർ സൈഡിൽ കൂടി ഒഴുകുന്നുണ്ട്. ഇപ്പുറത്ത് വേറെയും കുറേ ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ നോക്കാനുള്ളൊരു പരിപാടി ഉണ്ട്. ഇത് കൊള്ളാട്ടോ, ഇത് നല്ല സൂം ചെയ്ത് കാണാം. ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ വിശ്വാസമായില്ലേ? അതായത് ഇത് ഇത്ര എഴുതിയേക്കുന്നത് 20x80 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് താഴെ കൂടി പോകുന്ന ആൾക്കാരുടെ മുഖം വരെ കാണാം. അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് വണ്ടിയുടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ ആരായിരിക്കുന്നത് എല്ലാം കാണാം. ആ പോകുന്ന ട്രെയിൻ കണ്ട, ട്രെയിനിനുള്ളിൽ ആരൊക്കെ ഇരിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ കാണാം. റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് ഏതോ ചേച്ചി. അത് ഞാൻ കണ്ടുപിടിച്ചല്ലോ നേരത്തെ. മനസ്സിലായി, അത്രയും പവർഫുൾ സാധനമുണ്ട് ഇത്. ഞാൻ വിചാരിച്ച സാധാരണ ഒരു ബൈനോക്കുലറാണ്, പക്ഷെ ഇത് പൊളിയാ. ഇവിടെ വേറെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇത് ഇപ്പം മെൽബൺ ഗേറ്റ് വേ എന്നതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം കാണാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് സൂം ചെയ്ത് കാണുന്നതല്ല, ഇത് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്ന. ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണോ ആ സംഭവം കാണാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
നമ്മളെ ഈ സൈഡിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയും കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം. മെൽബൺ സിറ്റി രക്ഷയില്ല, അടിപൊളി കാഴ്ചയാണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ താഴെ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. കണ്ടാ, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇത് പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നല്ല രസമുള്ള പഴയ ടൈപ്പ് ബിൽഡിങ്ങാണ്. ഈ അമ്പരചുംബികളാണ് ചുറ്റും. അതിനകത്ത് ഒരു പഴയ ടൈപ്പ് ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റാണ്. കണ്ടാ, യാര നദിയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ദൂരെ നോക്കുമ്പോൾ ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാം. നമ്മുടെ ഇന്ത്യ പാക് ഉൾപ്പെടെ ഇന്ത്യ ഓസ്ട്രേലിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വലിയ വലിയ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടന്ന സ്റ്റേഡിയമാണ് ആ കാണുന്നത്. MCG എന്ന് പറയും, മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ബാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട, മദ്യമൊക്കെ കിട്ടും, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാശ് സെപ്പറേറ്റ് കൊടുക്കണമെന്നുള്ളൂ. അപ്പുറ സൈഡ് കടലും കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ ഈ സൈഡിലോട്ട് വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളും പിന്നെ കുറേ പച്ചപ്പ് നിറഞ്ഞ പാർക്കുകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. കുറച്ച് മണി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ യാര നദിയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ കാണാം. ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണല്ലേ? ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അതുപോലെ യാര നദി കൂടി എന്തോ ടൈപ്പ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ബോട്ടിങ് സംഭവമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ സ്റ്റേഡിയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു നീല കളറിലൊരു സംഭവം കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ടെന്നീസ് കോർട്ടാണ്. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഗെയിംസ് വരെ നടക്കുന്നത്. അതായത് ടെന്നീസ് നമ്മുടെ സാനിയ മിർസയൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലം. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ പോരെ. സാനിയ മിർസയും റോജർ ഫെഡററും എല്ലാവരും വന്ന് കളിച്ച ആ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. ഇപ്പൊ പെട്ടാനെ ഞാനും പെടുന്നതിന് മുമ്പ് ചാടട്ടെ. നൈസായിട്ട് ചാടി ഇതിനകത്ത് കയറാം. ഇതെങ്ങനെ തുറക്കണം? പ്രസ് ചെയ്യണമായിരിക്കും. ഒന്നുകൂടെ വെക്കണം. ഓക്കെ. ഓ അതാ. അയ്യോ, ഇത്രയും കാറ്റുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പുറത്ത്. എൻ്റെ പൊന്നോ, ഇവിടെ തണുത്തമാരിക്കോട്ടാ. അതായത് അവിടെ ഇതുണ്ടായിരുന്നു, ഗ്ലാസ് ആയിരുന്നു. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. അതായത് തണുത്ത കാറ്റാ, ഒരു രക്ഷയില്ല. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ, പക്ഷെ ഇവിടെ ലൈവായിട്ട് നല്ല വ്യൂ കിട്ടും. എൻ്റെ പൊന്നോ, ഇവിടെ തണുത്ത് വിറച്ച്. ഇപ്പൊ ജാക്കറ്റ് വേണ്ടി വരും. ഇന്നുമോ ഇത്ര ഹൈറ്റിലല്ലേ, നല്ല തണുപ്പാ. അയ്യോ തണുക്കണം. അയ്യോ, ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ടേ. ഇത് കണ്ട, ഇത് നീങ്ങി പോണോക്കെ. ഇതേ അതൊരു ഗ്ലാസ് ബോക്സ് ആണ്. അതിങ്ങനെ പുറത്തോട്ട് തള്ളി വരുന്നു. ഇവിടെ ഈ സൈഡ് നോക്കുമ്പോൾ കടലൊക്കെ കാണാം. മെൽബൺ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ, കടലിന്റെ കാഴ്ചകൾ, ഒരു രക്ഷയില്ല. തണുത്ത് വിറച്ചു. തണുത്ത് വിറച്ചൊരു വഴിയായി. അതിനുള്ളിൽ പോയി നിന്ന സീന. ബാക്കി എല്ലാ സ്ഥലത്തും ഗ്ലാസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ പറ്റൂല, ഭയങ്കര പാടാ. 5 മിനിറ്റ് വരെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ തന്നെ ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കയറിയ ഗ്ലാസ് തള്ളി ഇങ്ങനെ പോകുന്ന സ്ഥലത്തിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അല്ല ഇവിടെ അല്ല. അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച തന്നെ ഒരു എക്സ്പീരിയൻസ് ആവുന്നുള്ളൂ. എൻ്റെ പൊന്നു, പുറത്തിറങ്ങിയിട്ടേ ഭയങ്കര സീനായി പോട്ടെ. ഭയങ്കര തണുപ്പ് കാറ്റടിക്കണം, ഭയങ്കര പണിയാണ്. യെസ്, നമ്മൾ ലിഫ്റ്റിലോട്ട് കയറാണ്. ഈ ലിഫ്റ്റിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലിഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ളതിൽ സ്ഥലങ്ങളിലെ ഏറ്റവും ഫാസ്റ്റ്. വാവ്, നൈസ്. 88 നില പോണ പോക്ക് പോയിക്കോട്ടെ. 88 നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോണ പോക്ക് പോയിക്കോ. വെൽക്കം ടു യുറേക്ക ടവർ ചെയ്തിട്ടുണ്ട്. 87, 6, 5, 4, 3. ഇത് 1 മിനിറ്റ് പോലും സമയം എടുക്കുന്നില്ല. അതിനു മുമ്പേ നമ്മൾ താഴെ എത്തും. അയ്യോ, തല ഇറങ്ങാവോ? അയ്യോ, ചെവി അടഞ്ഞു. ഫാസ്റ്റായിട്ട് താഴേക്ക് മുകളിലോട്ടും പോകല്ല. അതുകൊണ്ടാണ്. എന്താ തന്നെ ഇത് 40 കേട്ടോ. നിന്ന നിപ്പില് 40. 40 30 പറഞ്ഞു തരുന്നതിന് മുമ്പ് 30-20. ലെവൽ 5. നമ്മൾ ലെവൽ 4 നിൽക്കണമായിരുന്നോ? ഇവിടെ അല്ലല്ലേ? ഇല്ലല്ലേ? ഇതിപ്പോ ഗ്രൗണ്ട് ലെവൽ എത്തിയില്ലേ? യെസ്, എത്തി. നിസ്സാര സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ലെവലിലോട്ട് എത്തി. എക്സിറ്റ് വരുന്നത് ഇതേപോലത്തെ ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. കുറെ സ്കൈഡെക്കിന്റെ പേരിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. കപ്പ്, ടീഷർട്ട്, അങ്ങനെയുള്ള സുവനീഴ്സ് ഒക്കെ കിട്ടും. നമ്മൾ അതിന്റെ മുകളിലോട്ട് കുറച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പണി വാളും. ജാക്കറ്റ് എടുത്തിട്ട് നേരെ വണ്ടിയിൽ പോയി നമ്മൾ എല്ലാവരും ജാക്കറ്റ് നൈസായിട്ട് എടുത്തിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സംഭവം ഉണ്ടായി. ഈ വണ്ടിയുടെ നീളം കണ്ട നിങ്ങൾ? എൻ്റെ മോനെ, ഇത് എന്തോ ഒരു സെലിബ്രേഷൻ എന്തോ ആണ്. എനിക്ക് തോന്നുന്നു കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നണേ. അമ്പോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ പിന്നെ എടുക്കാലോ, ഞാൻ എടുത്തുതരാം എന്ന് ചോദിച്ച്. എന്റെ പൊന്ന്, ഇതിപ്പോ സെയിം ആയാലോ, ഒരേ കളറ്.
കൊള്ളാടാ. അടിപൊളി. ഞാൻ ആലോചിക്കുന്ന വെച്ചാലേ ഞാൻ തണുത്തിട്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടൊക്കെയാണ്. ഇവരൊക്കെ കണ്ട ചെറിയ കുട്ടിയെടുപ്പോയിട്ടാണ്. ഇവർക്ക് തണുക്കുന്നില്ല. ഇത് കണ്ടോ ഈ വണ്ടി നോക്കി, എന്ത് നീളോടാ വണ്ടിക്ക്. അതെന്ത് വണ്ടിയാണ്? ഹമ്മറല്ലേ? അത് കൊള്ളാട്ടെ. എന്തായാലും നിങ്ങൾ സെയിം ഡ്രസ്സാണല്ലോ, എല്ലാരും പിങ്ക്. ഇതെന്താണ് ആക്ച്വലി പരിപാടി? കൊച്ചിന്റെ കല്യാണം മേ ബി ഈ അടുത്ത കാലം. അപ്പൊ അവര് ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാരും കൂടെ, നമ്മുടെ നാട്ടിലെ ബ്രൈഡൽ ഷവർ ഇല്ലേ, ഇവിടുത്തെ ബ്രൈഡൽ ഷവർ ആണ്. ഇവര് ഹമ്മറൊക്കെ അല്ലെങ്കിൽ ലിമോസിനൊക്കെ ഹയർ ചെയ്ത് ഇവരെല്ലാരും കൂടെ പോയി പാർട്ടി ചെയ്ത് ഇപ്പൊ പോയി ഫുൾ കള്ളു കുടിക്കാൻ പോവാ. ചോദിച്ചേ ഷെറിനെ കളഞ്ഞിട്ട് ഞങ്ങൾ കൂടെ പാർട്ടി ചെയ്യാന്ന് കുറച്ച് പരിപാടി ഉണ്ടെന്ന് നൈസായി മുങ്ങിയതാ. ഫുൾ സ്നേഹം എല്ലാരും ഹയ്യാ. അടിപൊളി. നമ്മൾ നടന്ന് ഒരു സ്ട്രീറ്റിലോട്ട് വന്നു. ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. തണുപ്പാണെങ്കിലും ആൾക്കാരൊക്കെ സജീവമായിട്ടുണ്ട്. സൈക്കിൾ ഓടിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ യാരാർ റിവറിൻ്റെ തീരത്തോട്ട് എത്തി. ഇവിടെ ബോട്ടിങ് സംഭവമൊക്കെ കാണാം. ഈ തീരത്തിരുന്ന് ആരൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗിറ്റാറൊക്കെ വായിച്ച് സ്ട്രീറ്റ് മ്യൂസിക്. അടിപൊളി. ഇവിടെ ഒരു പ്രതിമ കണ്ടോ? പക്ഷെ ആ പ്രതിമക്ക് ജീവനുണ്ട്. പ്രതിമയായിട്ട് നിൽക്കുകയാണ്. കണ്ട, അതായത് ഒരു ടിപ്പിന് വേണ്ടിയിട്ടാണ് അവരനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടിപൊളിയല്ലേ? എന്തൊക്കെയാണല്ലേ ഇവിടെ. ശരിക്കും ഭയങ്കര വൈബാണ് കേട്ടോ. ഇന്ന് ശരിക്കും ഒരു മൂടിക്കെട്ടൊരു അന്തരീക്ഷം ആയതുകൊണ്ട് വലിയ വൈബൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആളുകളൊക്കെ സജീവമായിട്ടുണ്ട്. ഈ കാണുന്നത് മൊത്തം ഈ ബാറൊക്കെയാണ്. ബാറ് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്, ജനസാഗരമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ പേരെന്നിട്ടാ സൗത്ത് ബാങ്ക് അല്ലേ? സൗത്ത് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നടക്കുന്നത് ഈ യാരാർ റിവറിൻ്റെ സൈഡിൽ കൂടിയാണ്. അതിൻ്റെ ഓരത്തിൽ കൂടി ഇങ്ങനെ നടക്കാണ്. ഒരു സ്ട്രീറ്റാണ്, നല്ല രസമുണ്ട്. ഇവിടെ കല്യാണം വല്ലതും എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ആ കല്യാണം എന്ന് തോണ്ടാ. ഇതേ ആ നേരത്തെ കണ്ട പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ആ ഫംഗ്ഷൻ നടക്കണത് കേട്ടാ. കല്യാണമാ. എന്താ ഇവിടെ? ഓ, ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണ്. ശരി. ശരി. എന്ത് പേഴ്സ് ഗിഫ്റ്റ് ആയിട്ട്. പേഴ്സ്. നികിത ഇവിടെ ഭയങ്കര വ്ളോഗിങ് ആണ്. ഇതേ കണ്ടാ പറയില്ല കേട്ടോ, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുള്ളൂ. ഇന്ത്യക്കാരാണെന്ന് പറയൂല. ഇവിടെ ആളുകൾ എന്തൊക്കെയോ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ട്. തെരുവ് നാടകമാണോ എന്താണെന്നറിയില്ല. എന്തോ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കാണാം. ഗൈസിനെ വിളിക്കണേ. നമ്മളെ വിളിക്കണം. കൊള്ളാം. ഓക്കെ. എന്താ പരിപാടി? എന്താന്ന് പറഞ്ഞോടാ. എല്ലാരെയും വിളിച്ചു നിർത്തിയിട്ടുണ്ട്. കണ്ടാ? അങ്ങനെയാണോ പറഞ്ഞത്? അയ്യോ. ആണോ? ഡാൻസ് ആണോ? ഡാൻസ് കളിക്കാൻ പോവാന്നോണ്. അതായത് ഒരു തെരുവ് പ്രോഗ്രാം ആയിരുന്നു, ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്. ഞാൻ ഒത്തിരി കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മോഷ്ടിക്കാനോ അങ്ങനെ ചീത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുമല്ലേ, ഇങ്ങനെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനല്ലേ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നൈസായി ഡയലോഗ് അടിക്കുന്നത്. സംസാരിക്കാൻ നല്ല കഴിവുള്ള പയ്യനാ. അതെ. അപ്പൊ ആൾക്കാരുടെ മുകളിൽ നിന്ന് ചാടിയെ കാണിക്കുന്നുണ്ട്. അതെ, രസമുണ്ടായിരുന്നു. ശരിക്കും ഇവിടുത്തെ ആൾക്കാർ എന്ത് അടിച്ചു പൊളിച്ചാ ജീവിക്കുന്നതെന്ന് അറിയോ? 60, 70, 80 വയസ്സുള്ള നല്ല പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ആയിരിക്കും. അവരൊരു കുഞ്ഞു പട്ടിയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നു. ഇവിടെ മൊത്തത്തിൽ നൈസ് വൈബാണ്. ശ്രദ്ധിച്ചോ? നാട്ടിലൊക്കെ ശരിക്കും അമ്മയ്ക്കൊക്കെ ഒരു ദിവസം ഒരു ശനി ഞായറൊക്കെ ഒരു അവധി കിട്ടിയാലുണ്ടല്ലോ, തലേ കുത്തി പണിയായിരിക്കും. തുടപ്പ്, കുക്കിങ്, ക്ലീനിങ്, ഇരിക്കാനേ നേരം ഉണ്ടാവില്ല. ഇവിടെ അവർ
കാര്യമായിട്ട് കുക്കിങ് മറിഞ്ഞു കിടന്നുള്ള കുക്കിങ്, ചോറും കറി വെപ്പലൊന്നും ഇല്ല. എല്ലാ സാൻഡ്വിച്ചും അത് അവനവൻ്റെ സാധനം അവനോണ്ട് ഉണ്ടാക്കി കഴിച്ചു തീർന്നു, പരിപാടി കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയ പൈസ ആ ഒരാഴ്ച വീക്കെൻഡിൽ അടിച്ചു പൊളിക്കുക, തീരുക. എന്നെ ഇഷ്ടം തോന്നുന്നു. ഒരു കിളി ഓസ്ട്രേലിയയിൽ കിളികൾ രക്ഷയില്ല കേട്ടോ. വേറൊരു രാജ്യത്തൊക്കെ കിളികൾ കുയ് കുയ് എന്ത് രസമായിട്ടാണ്. ഇവിടെ ഒരു അലർച്ചയാണ്, ഭയങ്കര വൃത്തിയായിട്ടോ, ഒരു രക്ഷയില്ല. മത്സരിച്ചാണ് ഇവര്. പക്ഷെ മൊത്തത്തിൽ നൈസ് വൈബാണ്. നല്ല രസമല്ലേ ഇന്ന്? ഇന്ന് വെയിലൊന്നുമില്ല, തണുത്ത ക്ലൈമറ്റ് ആണ്, മൂടിയ ക്ലൈമറ്റ്. ഇവിടുത്തെ വെതർ വലിയ ഈ സമയമാണ് ആക്ച്വലി ഇവിടെ ട്രാവൽ ചെയ്യാൻ നല്ല സമയം. സ്പ്രിങ്ങും ഓട്ടവും ഒരു സുഖമുള്ള ചെറിയ ഓടണോ ഓട്ടം ആ സമയമാണ് ഇവിടെ വരാൻ അടിപൊളി. ഒരു ചെറിയ സുഖമുള്ള ഒരു തണുപ്പ്, ഒത്തിരി ചൂടുമില്ല ഒത്തിരി തണുപ്പില്ല. നമ്മളിവിടെ നിന്നപ്പോ ഒരു സംഭവം കണ്ട്. ഓസ്ട്രേലിയയിലെ സമരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓസ്ട്രേലിയയിലെ പ്രതിഷേധ ജാഥ. പ്രതിഷേധമാണെന്ന് എനിക്കറിയാം. പ്രതിഷേധം തന്നെയാണോ? പ്രതിഷേധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ജാഥ കാണിച്ചു തരാം. ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ. പ്രതിഷേധം തന്നെയാണ് hedge funds that own the pharmaceutical companies, that own all the banks, that own the mining companies, are not solving problems, they are creating problems. The only way we can get justice is a form of direct. ഇത് എന്ത് കൊടിയാന്ന് അറിഞ്ഞൂടാ. ഇത് കണ്ട, ഓസ്ട്രേലിയയുടെ റെഡ് കൊടി ആദ്യമായിട്ടാണ്. ഇത് വേറെ ഏതോ പാർട്ടിയുടെ കൊടിയാണ് കേട്ടോ. ഓസ്ട്രേലിയയുടെ കൊടിയുടെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ റെഡ് കളറാണ്. ഓസ്ട്രേലിയയുടെ കൊടി ശരിക്കും ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ ആണ്, അതിന് പകരം റെഡ്. വേറെന്താ പരിപാടിയാണ്? മെയിൻ സ്ട്രീം മീഡിയ വാക്സിൻ കില്ല്, ലോക്ക്ഡൌൺ കില്ല് എന്നൊക്കെയാണ് ഒരു പ്രതിഷേധത്തിൽ പറയുന്നത്. സമരക്കാർ ഈ ഗ്രൗണ്ടിൽ വന്നു, അവിടെ കൊടിയൊക്കെ വെച്ച് എന്തോ പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇവിടുത്തെ സമരവും കണ്ടു. ഇവിടെ ഒരു തരം പക്ഷി, ഇത് കടൽക്കാക്ക ആണോ, ഇതിനെ സീകൾ എന്നാണ് പറയുന്നത്. ഇത് കണ്ട, ഇത് നിറച്ചുണ്ട് ഇവിടെ. ഇത് നമ്മളെ കൊത്താൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് കേൾക്കണത്. എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ്റെ കയ്യിൽ ഫുഡ് കണ്ടിട്ടാണ് ചുറ്റും കൂടിയേക്കണം. കണ്ടാ, ഇത് ഇവിടെ കിടന്ന് ഇടിയൊക്കെ കൂടെ ഒച്ചപ്പാടും വേളവും തമ്മിൽ തല്ലൊക്കെയാണ്. ഇത് മുട്ടനിടി കണ്ട. നമ്മളെ മെക്ഡൊണാൾഡ്സിൽ വന്നേക്കാണ്. സമയം ഉച്ചയ്ക്ക് 2 മണിയായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓർഡർ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഓർഡർ എന്ന് പറയുമ്പോൾ സോറി എന്ന് പറയും. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോകണം. കണ്ടാ, ഓ, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പൈസ ഇവിടെ തന്നെ കൊടുക്കണോ? ടാപ്പ് ചെയ്യണം. ഓ, ക്യാഷ് കൊടുക്കണം. ഓ, അങ്ങനെയുണ്ട്. ആ, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തോളാം. ആ, അത്രേ ഉള്ളൂ. നമ്മളെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇരുന്ന് അപ്പം തന്നെ സാധനം കിട്ടി കേട്ടോ. ഭയങ്കര ഫാസ്റ്റ്. ഫുഡ് വന്ന് 1 മിനിറ്റ് പോലും എടുത്തില്ല. ആണല്ലേ? ഫുഡ് അത് നമ്മൾ എടുക്കണം, അത് വേറെ കാര്യം. നമ്മൾ ഇതാണ് പറഞ്ഞേക്കണേ, ബീഫാണ് കേട്ടോ പറഞ്ഞത്. ബീഫിന്റെ ബർഗറാണ്. ബീഫ് ഇവിടുത്തെ ഓസ്ട്രേലിയ ബീഫ് അടിപൊളിയാണെന്നൊക്കെയാണ് കേട്ടത്. അതാണ് ബീഫ്. രണ്ടും ബീഫ് അല്ലേ? രണ്ടും 2 ടൈപ്പാണ്. അതേപോലെ ഞാനൊരു ചായ പറഞ്ഞു. ഇത് നമ്മുടെ നാട്ടിലെ ചായ പോലെ ഇല്ല, വെള്ളം കലക്കി വെച്ച പോലെ ഉണ്ട്. പാലല്ലേ, പൊടിയാണെന്ന് തോന്നുന്നു. നാട്ടിലെ ചായ നോക്കണ്ട, അത് അവിടെ കിട്ടുള്ളൂ. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നേ. ഇതെന്താന്നറിയാമോ? ഇത് ഇവിടത്തെ പഴംപൊരി അല്ല. ഞാനിവിടെ വരുന്ന എല്ലാരെയും ആപ്പിൾ പഴംപൊരി എന്ന് പറഞ്ഞ് പറ്റിച്ചു കൊടുക്കുന്ന സാധനമാണ് ഇത്. ഇത് ആപ്പിൾ പൊരിച്ചത്, പക്ഷെ പഴംപൊരിയാന്ന് പറഞ്ഞാൽ എനിക്ക് മേടിച്ചു തന്ന ഒന്നുമില്ല. മെക്ഡൊണാൾഡ്സിലെ ആപ്പിൾ പൈ ആണേ. ഇവിടെ വന്ന് മമ്മയൊക്കെ ഇവിടെ വന്നപ്പോ പഴംപൊരി കിട്ടൂടി എന്ന് ചോദിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ വന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാണ്. ആപ്പിൾ പൈ മേടിച്ചു കൊടുത്തിട്ട് ആപ്പിൾ പഴംപൊരിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കിട്ടില്ല സാധനമാണ്, രക്ഷയില്ല. ഇത് നമ്മുടെ ഇവിടെ കിട്ടോ? നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ മെനുവിലുണ്ട്, വേറെ കൺട്രീസ് ഉണ്ടോ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ആപ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. അല്ല, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ഇറങ്ങാണ്. ഇവിടെ പിള്ളേർ മറ്റേ സ്കേറ്റ് ബോർഡൊക്കെ വെച്ചിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? സൈക്കിള് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. റൗണ്ട് വെച്ചിട്ടുള്ള സ്റ്റീലിന്റെ കമ്പി. നമുക്ക് ഈ പാലത്തിന്റെ മുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പാലത്തിന്റെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. യാര എന്ന് പറയുന്ന മെൽബൺ സിറ്റിയുടെ നടുക്ക് കൂടി ഒഴുകുന്ന ഒരു നദിയാണ് യാര എന്ന് പറയുന്നത്. ആ നദിയാണ് ഈ കാണുന്നത്. ഓ നൈസ്, നല്ല രസമുണ്ട്. ഇതിൽ കൂടി ബോട്ടിങ് പരിപാടി സംഭവങ്ങളൊക്കെ കാണാം. കുറെ അമ്പരചുംബിയും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തെരാപ്പാറിങ്ങനെ നടക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ കരാട്ട എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അവിടെ ഇടിയും ബഹളമൊക്കെ കാണാം. ഫൈറ്റ് ക്ലബ്ബാ. അയ്യോ, ഫൈറ്റ് ക്ലബ്ബ് എന്താ സംഭവം? ബോക്സിങ് പ്രാക്ടീസിങ് ഒക്കെ തോന്നുന്നത്. എന്താ ഒരാൾ കെട്ടിപ്പിടിച്ച്, അയ്യോ അതെന്താ, അയ്യോ ദേ അത് കണ്ടോ? ഓ
നൈസ്. അധികം നേരം കാണാൻ പറ്റില്ല, എനിക്ക് വയ്യേ, എനിക്കൊന്നും കാണാൻ വയ്യേ. ഇത് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, അതിൻ്റെ ഗേറ്റ് എൻട്രി ഇവിടെയാണ്. യാരാ റിവർ എൻട്രൻസ് കണ്ട. അത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇത് തന്നെ കേട്ടോ ടിക്കറ്റ്. ഇത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ സ്കാൻ ചെയ്ത് അകത്തേക്ക് പോകാം. കണ്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ നേരത്തെ സ്കൈഡൊക്കെ കയറില്ലേ ഏറ്റവും മുകളിൽ, അത് എവിടെയെന്നറിയാമോ? അതേ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറിയത്. എന്താ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ. അണ്ടർപാസ് ആണ്, ഇതിൻ്റെ അടിയിൽ കൂടി പോകണമെന്ന് തോന്നുന്നു. ആ അണ്ടർപാസ്സാ. ഓ അത് കൊള്ളാം. ഇതുണ്ടോ, ഇത് അപ്പുറത്തെ എലിസബത്ത് സ്ട്രീറ്റ് ആണ്, അങ്ങോട്ടേക്ക് പോകാനുള്ള അണ്ടർപാസ്സാ. ഇത് നമുക്ക് അങ്ങോട്ട് പോകാവോ? ഇതിലേ പോകാൻ പറ്റുമോ? ടിക്കറ്റ് എടുക്കണമായിരിക്കും. ഇതേ ട്രെയിനിൻ്റെ സമയമൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതായത് ഇതിൻ്റെ മുകളിൽ റെയിൽവേ സ്റ്റേഷനാ. പക്ഷെ എൻ്റെ മോനെ അതുണ്ടോ, ഇത് കാണാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ മുകളിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള വഴിയാണ് നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നത്. നേരെ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം ആ ഭാഗത്തോട്ട് എത്തും അല്ലേ? പ്ലാറ്റ്ഫോമിലാണ് എത്തണം. ചെന്ന് നോക്കാം എവിടെയൊക്കെ എത്തണത്. പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലം. ആ ഓക്കെ. ട്രെയിനിന്റെ സൗണ്ട്. അതായത് നമ്മളിപ്പോ നിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ താഴത്താ. മനസ്സിലായോ? നമ്മുടെ തലയുടെ മുകളിൽ ട്രെയിനുണ്ട്, ട്രെയിനും ട്രാക്കും ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീഴൊന്നുമില്ല. അപ്പോ ജനസാഗരമാണ്. ട്രെയിനിൽ വരുന്ന ആൾക്കാരായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഓ ഇതാണ് വേ ഔട്ട്. ഇതേ ടോയ്ലറ്റ് ഉണ്ട് അവിടെ. ഇത് വേണ്ട, നമ്മൾ ഇപ്പുറത്തെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലോട്ട് എത്തി. ഇവിടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ട്രെയിനിൽ അങ്ങോട്ട് പോവാം. അപ്പുറത്തെ സ്ട്രീറ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കൊള്ളാമല്ലോ പരിപാടി. ഡേ ട്രെയിൻ വരുന്നു. ട്രെയിനല്ല, ട്രാം വരുന്നു. ട്രാം ഒരെണ്ണം വരുന്നുണ്ട്, പഴയ ടൈപ്പ്. ഇതേ ട്രാം പോണെന്നുണ്ടോ? ഇത് പഴയതാണെന്നാണ് പറയണേ കേട്ടോ. അതായത് നേരത്തെ ഒരുപാട് നാൾ മുമ്പുള്ള ട്രാമാണ്. അതിൻ്റെ ഡിസൈനൊക്കെ കണ്ട. സിറ്റി സർക്കിൾ, ടേസ്റ്റ് ഓഫ് ചൈന. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. ചൈനക്കാരും ഒരുപാടുണ്ട്. ഇതേ വേറൊരു ഗേറ്റിലോട്ട് വന്നു, ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ. ഇത് വേറെ ഗേറ്റാണോ? പ്ലാറ്റ്ഫോം 1. പ്ലാറ്റ്ഫോം 1, അപ്പുറത്ത് പ്ലാറ്റ്ഫോം 2 ആയിരിക്കണം. നമ്മുടെ കുറേ കാണുന്ന ഒരു ഇത് കണ്ടോ, അത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് ഡോർ ഓപ്പൺ ആവും. കാര്യം സാധിക്കുക, അത് വേറെ ലോക്ക് ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ട്രാം സ്റ്റേഷനാണ് ഈ കാണാം. ഇത് റെയിൽവേ സ്റ്റേഷൻ. ഇത് പുതിയ ടൈപ്പ് ട്രാം. അതിനകത്ത് കുറേ പരസ്യം എന്തൊക്കെയോ ഉണ്ട്. ഇത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. നല്ല രസമല്ലേ, അടിപൊളി പള്ളി. ഓക്കെ, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ കണ്ട എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പള്ളിയുടെ നല്ല മനോഹരമായ കാഴ്ച, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണിത്. ഇവിടെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേ. ഇവിടെ നമുക്ക് സിഗ്നൽ ആവും. അപ്പോൾ സിഗ്നൽ ആവണ അനുസരിച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഈ ക്രോസ് ചെയ്യുന്ന കാണാനായിട്ട് ആക്ച്വലി നല്ല രസമാണ്. നോക്കിക്കോട്ടെ, ഇപ്പോൾ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നലാണ്, നമുക്ക് കടക്കാനുള്ള സിഗ്നൽ ഇപ്പോൾ ആവും. ഇപ്പോൾ റെഡാണ്. ഒരു സൗണ്ട് പറയണ്ട. ഇവിടെ ഗ്രീൻ കത്തി കണ്ട. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകണ്ട. കടക്കുന്ന കാണാൻ നല്ല രസമാണ്. എന്തൊരു പ്രത്യേക ഒരു ഫീൽ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറച്ച് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ക്രോസ് ചെയ്യാണ്. സൈഡിൽ കൂടി ട്രാമൊക്കെ പോകുന്നു. പള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളി. എന്തോരം മനുഷ്യരാണെന്നറിയാമോ? ഇന്ന് ആക്ച്വലി ഒരു ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇത് കണ്ട, ഈ ട്രാമിലൊന്ന് കയറിയ നൈസാണ്. ഇതാണ് പുതിയ ടൈപ്പ് ട്രാം കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടത് പഴയ ട്രാമാ, ഇതാണ് പുതിയത്. അത് ഫുള്ളാ, ട്രാം ഫുള്ളാ. അത് കണ്ട. ഇവിടെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷനിലെ മുമ്പിൽ അടുത്ത ട്രെയിനിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം കുറേ ഉണ്ടല്ലോ, 13:10 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത ട്രെയിനിൻ്റെ സമയമൊക്കെ എഴുതി കാണിക്കണ്ടേ, എങ്ങോട്ടുള്ളതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് പഴയ സ്റ്റേഷനാണ്. എനിക്കൊന്ന് പഴയ രീതിയിലുള്ള ക്ലോക്ക് സംഭവമൊക്കെയാണ് വെച്ചേക്കണം. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ പയ്യെ നടക്കാം. ഈ സാധനം നമുക്ക് ഓൺലൈനിൽ എടുത്തിട്ട് ഓടിച്ച് കിടക്കാം കേട്ടോ. സിറ്റി മൊത്തം ഇങ്ങനെ ഓടിച്ച് കിടക്കാം. സൈക്കിളൊക്കെ ആൾക്കാർ വെച്ചിട്ട് ലോക്ക് ചെയ്തേക്കണം. നോക്കി, എനിക്ക് തോന്നുന്നു സ്റ്റേഷനിൽ വന്നിട്ട് സൈക്കിളുകൾ വെച്ച ശേഷം അവരുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടുണ്ടാവും ആളുകളെ, സൈക്കിൾ ലോക്ക് ചെയ്തിട്ട്. അയ്യോ, നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. ഒരു രക്ഷയില്ല, വെയിൽ കണ്ടിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉച്ചക്ക് നട്ടുച്ചക്ക് 12 മണിയാണെന്ന്. അല്ല, സമയം എത്രയെന്ന് അറിയാമോ? 4 മണി. 4 മണിയുടെ വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉച്ചക്ക് 12 മണിക്ക് എങ്ങനെയാണോ അതേപോലത്തെ വെയിലാണ്. നല്ല ചൂടാണ്.
പക്ഷെ ഇവിടെ 4 മണിയായി. ഇവിടെ പിന്നെ സൂര്യൻ അസ്തമിക്കണൊക്കെ സമ്മർ ആവുമ്പോ 8 മണി. 8 മണിയാ. ഇപ്പം 8 മണി, ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 9 മണിയൊക്കെ വരെ 9 മണി വരെയൊക്കെ ലൈറ്റ് കിട്ടും. സമ്മർ ആയതുകൊണ്ടാ. വിന്ററിലൊക്കെ ഒരു 4 മണി ആവുമ്പോഴേ നല്ല ഇരുട്ടാവും. തോന്നിയ പോലെയാണ്, സൂര്യന് തോന്നിയ പോലെയാണ്. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് ഇത്രയും വെയിലുണ്ടെങ്കിലും വെയിലിന്റെ ചെറിയ ചൂടുണ്ടെങ്കിലും തണുപ്പൊക്കെ ക്ലൈമറ്റ്, അതായത് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വെയിലിന്റെ എഫക്ട് നമുക്കില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് പണികിട്ടാൻ പിന്നെ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് വേർക്കൊന്നുമില്ല. ഇവിടെ ഭയങ്കര ഡ്രൈ ആ, ഹ്യൂമിഡിറ്റി ഇല്ല. ഇവിടെ ഉണ്ടല്ലോ മറ്റേ പക്ഷികൾ വന്നിട്ടുണ്ടേ, മുട്ടനടിയാണ്. ഏതൊക്കെ ഇവിടെ ഈ ചേച്ചിമാര് വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടാലേ അപ്പോൾ ഓടി നമ്മുടെ അടുത്ത് വരും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും, ചിലപ്പോൾ കൊത്തും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ഈ സെന്റ് പോൾസ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ടോറൻസ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ. നമ്മളിങ്ങനെ തേരാപ്പാറ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ട് ചെയ്തേക്കുന്നു. എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ ബിൽഡിംഗ്. നോക്കി ഒരു രക്ഷയില്ല കേട്ടോ, കാണാനൊക്കെ നല്ല രസമാണ്. അതുപോലെ ഇവിടെ പഴയൊരു ബിൽഡിങ് ഇത് കണ്ടോ, ഇതിന് ഗോപുരമൊക്കെ നോക്കി, അതിനകത്തൊരു ടൈം വാച്ചൊക്കെ കാണാം. ഇത് പഴയ ടൈപ്പ് ബിൽഡിങ്. അതിന് നേരെ ഓപ്പോസിറ്റ് പുതിയ കാലത്തെ മോഡേൺ ബിൽഡിങ് ഉള്ളല്ലേ. വാ കിടക്കാം. ഇതൊക്കെ ട്രാം പോകുന്ന വഴികളാണ്. അത് കണ്ടോ, ട്രാം പോകുന്നത് നടുറോട്ടിൽ കൂടി തന്നെയാണ്. അതേ ഒരു ട്രാം നിൽക്കുന്നത്. ഹോസിയേ ശരി. അടിപൊളി വരച്ചോണ്ടിരിക്കും അല്ലേ. ഓക്കെ. ഈ ട്രാമൊക്കെ റോട്ടിലെ നിയമങ്ങൾ നോക്കി തന്നെ സിഗ്നലൊക്കെ നോക്കി പോകുന്ന വണ്ടിയാണ്ടാ. അത് പോകാനൊരു ട്രാക്ക് ഉണ്ട് എന്നുള്ളൂ. എന്റെ പൊന്നു, ഇതെന്ത് സാധനമാണ് ഈ പോണത്? ഇത് നോക്കി, ഈ വണ്ടി നോക്കി, എന്റെ പൊന്നു എന്ത് നീളല്ലേ. ഇതിന്റെ ഒരു നീളത്തിന്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇത് അപ്പുറത്ത് കിടക്കണ വണ്ടി നോക്കിയാൽ മതി. കണ്ടാ, അത് സാധാരണ കാറ്, ഇത് 3 കാർ ഒന്നിച്ച് വെച്ചേക്കണം. പക്ഷെ എന്റെ മോനെ എന്തൊക്കെ കാണണല്ലേ. അപ്പൊ ഇതാണ് ആ ഒരു സ്ഥലം. ഹോസിയർ ലൈൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇതേപോലെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചേക്കുന്ന ടൈപ്പ് സ്ഥലമാണ്. കണ്ടാ, എനിക്ക് തോന്നുന്നു ആർക്ക് വേണമെങ്കിൽ വന്ന് വരക്കാൻ തോന്നുന്നു. നല്ല അടിപൊളി കളർഫുൾ ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന ഹോസിയർ ലൈൻ. ഇവിടുന്ന് ഞാൻ എടുക്കുന്നു, എടുക്കുന്നു. ഇത് കൊള്ളാം. അപ്പൊ അവിടുന്ന് പുറയുന്ന വേറെ ആളെടുക്കുന്നു. എത്ര ക്യാമറയാ. ഓ, ഇത് കണ്ട. അപ്പൊ ഇതാണ് സംഭവം. ഇത് പെയിന്റിങ് മാത്രമല്ല, കുറെ സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്, അതിനകത്ത് ഒരു സ്റ്റിക്കർ ഉണ്ട്. ഓ, നല്ല രസമുണ്ട് കേട്ടാ, ഫുൾ കളർഫുൾ ആണ്. പക്ഷെ ഇതൊക്കെ എന്താണ് വരച്ചേച്ചതെന്ന് അറിയാൻ പാടില്ല. കുറെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരക്കാവോ, അങ്ങനെയാണോ? അല്ല, ഇവിടെ ഐ ലവ് യു എന്നൊക്കെ എഴുതി വെച്ചേക്കണ രണ്ടൊക്കെ ഐ ലവ് യു. ഇതിനകത്ത് കണ്ട, ഈ ഗ്ലാസ്സിൽ മൊത്തം സ്റ്റിക്കറുകളൊക്കെ ചെയ്തിരിക്കുന്നു. ഇവിടെ മറ്റൊരു ഐ ലവ് യു കാണാം. എന്താ സംഭവം? ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഓക്കെ ഓക്കെ. ആ, അത് ശരി. ഇവിടെ ഒരു ചേച്ചി എന്നെ പ്രപ്പോസ് ചെയ്യാണ്. അതെ, സിറ്റിസൺഷിപ്പ് ആയി. അതെ, ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ അതെന്തോ ഡെയറാണ്. ആ കൂട്ടത്തിൽ ഒരാളുടെ ബ്രൈഡൽ ഷവർ ആണ്. ഈ ദിവസങ്ങളിലെങ്ങാനും കല്യാണമായിരിക്കും. അപ്പൊ ഇന്ന് കുറെ ബ്രൈഡൽ ഷവേഴ്സ് അവര് ഫ്രണ്ട്സ് എല്ലാം കൂടെ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നതാണ്. ഇതൊരു ഡെയർ കൊടുത്തതാണ്, പ്രപ്പോസ് ചെയ്യണം. വഴി കാണുമ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യണം. അവര് പറയുന്ന ആളെ പ്രപ്പോസ് ചെയ്യണം. ഒരാൾ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു, ആദ്യമായിട്ട് ഇങ്ങനെ അനുഭവം. പറ്റിക്കാനാണെങ്കിലും ഒരു മനസ്സുഖം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ആരൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനത്തെ സെറ്റപ്പാണ് കേട്ടോ. ഇത് രാത്രിയിൽ വരാൻ പറ്റുന്ന ഏരിയ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഈ വെച്ചിരിക്കുന്നത് മൊത്തം വേസ്റ്റാണ്. അതുവരെ അതിനോട് മാച്ച് ചെയ്താൽ നിൽക്കുന്നത്. നല്ല രസമല്ലേ കണ്ടാ. ഇതാണ് ഈ സ്ട്രീറ്റ്. ഇവിടെ ഒരു ടൈപ്പ് ചെയറുണ്ട്, പിള്ളേരൊക്കെ ഇടുന്ന ഉരുള നോക്കിയേ. ഇത് കണ്ടാ, ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാ, കാല് പോവും. ഇതുണ്ടോ, നമ്മളെ ഈ ചെയറിലൊന്ന് കയറണം എന്ന് വിചാരിച്ചിട്ട് പിള്ളേര് അത് തരുന്നില്ല. അത് ഉരുട്ടിക്കൊണ്ട് എങ്ങോട്ടോ കൂട്ടുന്നു. ഇത് കണ്ട, ഇതാണ് ആക്ച്വലി ഈ ചെയർ. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നേരൊക്കെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ആ കൊച്ചു വീട്
സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ഇരിക്കുന്നേ, അത് ഇരിക്കുന്നേ, ഇരുന്നോ പെട്ടെന്ന് ഇരിക്കും. അയ്യോ അവര് രക്ഷയില്ല. ചമ്മി ഇരുന്നാ കാറ്റുള്ളൂ. ഓ നമ്മള് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ പിള്ളേരുടെ ഡാൻസ്. ഇതെന്താ സംഭവം? ഇത് കൊള്ളാലോ സംഭവം. ഓ അടിപൊളി. എന്താ വീഡിയോ പരിപാടിയാന്ന് തോന്നുന്നു. നടന്ന് നമ്മൾ യാറാ റിവറിന്റെ ഭാഗത്തെത്തി. ഇവിടെ ബോട്ടിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നു. നമ്മൾ നേരത്തെ പോയത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാ. ഇതാണ് നമ്മൾ നേരത്തെ കയറിയ സ്കൈ ഡക്ക്. ഈ സൈഡിൽ കൂടിയൊക്കെ ട്രാമുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ യാറാ റിവറിന്റെ മുകളിലുള്ള ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ബ്രിഡ്ജാന്ന് തോന്നില്ല, ഒരു ചെറിയൊരു സ്ട്രീറ്റ് പോലെയാണ് ഇത്. നടുക്ക് കൂടി ട്രാം, അതിനപ്പുറം ഇപ്പുറവും കാറുകൾക്ക് പോകാനുള്ളത്. ഏറ്റവും അറ്റത്ത് നമുക്ക് ആളുകൾക്ക് നടക്കാൻ നല്ല വീതിയിലുള്ള വോക്ക് വേ. മെൽബൺ സിറ്റി നമ്മൾ തേരാപ്പാറ നടന്ന സ്ഥലമാണ്. ട്രാമൊക്കെ പോകുന്ന നോക്കിയാൽ നല്ല രസമല്ലേ, അടിപൊളി. മൊത്തം അമ്പരചുംബികളാണ്. നമ്മൾ നേരത്തെ പോയ സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ് ഈ കാണുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനാണ് ഈ സൈഡിലുള്ളത്. കണ്ട ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് യാറ എന്ന് പറയുന്ന റിവറിന്റെ മുകളിൽ കൂടിയുള്ള പാലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പയ്യൻ ഫുട്ബോൾ കൊണ്ട് മാന്ത്രികങ്ങൾ കാണിക്കുന്നു. കണ്ടാ സംഭവം അടിപൊളി. അതുപോലെ ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് കാണണ്ട, നമ്മുടെ ഈഫിൽ ടവറൊക്കെ പോലെ തോന്നുന്ന അതുപോലത്തെ ഒരു ബിൽഡിങ്. ഇതെന്താ സംഭവം എന്ന് പറയാം, മെൽബൺ ആർട്ട് സെന്റർ ആണ്. അതാണ് ഈ ബിൽഡിംഗ്. നേരത്തെ നിന്നത് ഈ ബ്രിഡ്ജിന്റെ മുകളിലാണ്. ഇത് ശരിക്കും നല്ല രസമുണ്ട്. ഇങ്ങനെ ആർച്ച് രീതിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടി ബോട്ടൊക്കെ പോവും. ഒരു ഗോപുരം ഇല്ലെന്നുള്ളൂ, ലണ്ടൻ ബ്രിഡ്ജ് പോലെ ഉണ്ട്. ലണ്ടൻ ബ്രിഡ്ജിൽ 2 ഗോപുരമൊക്കെ ഇല്ലേ, പക്ഷെ അതില്ലാന്നുള്ളൂ. പക്ഷെ നല്ല രസമുള്ള പാലം, നല്ല അടിപൊളി പാലം. ഈ പാലത്തിന് എന്തോ പേരുണ്ട്, പ്രിൻസസ് ബ്രിഡ്ജ്. ഇത് 1888 നിർമ്മിച്ച പാലം ഉണ്ടാ. ഓ അത് ശരി. ഹെലികോപ്റ്റർ ആടാ പൊളിച്ച്. സമയം ഇപ്പോൾ വൈകുന്നേരം 5:30. നല്ല വെയിലുണ്ട് ഇപ്പോഴും. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണെന്നറിയില്ല, തിരക്ക് കൂടി വരുന്നുണ്ട്. ഓരോ പരിപാടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ തിരക്കും കൂടുന്നുണ്ട്. ഇതുപോലെ കുറേ തെരുവ് കലാകാരന്മാരും തെരുവ് പാട്ട് പാടുന്ന ആളുകളും ഒക്കെ ഉള്ള വൈകുന്നേരമാണ്. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ആ പെണ്ണിന്റെ മുടി നീട്ടിപ്പിടിച്ചിട്ടേ അതിലിട്ട് റിങ് കറക്കുന്നു. നമ്മള് ആദ്യം കേറിയ സ്കൈ ഡക്കിന്റെ താഴെ എത്തി. ഇത് നോക്കിയേ, എന്ത് ഹൈറ്റ് ആണല്ലേ. പക്ഷെ എന്റെ മോനെ, ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഹൈറ്റ് മനസ്സിലാവുന്നത്. കണ്ടാ അപ്പോൾ നമ്മൾ മെൽബണിലുള്ള ഡോക്ക്ലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ മാർബൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഡിയം ഒക്കെ കാണാം. ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമെന്ന് പറയുന്നുണ്ട്. അതായത് സ്പോൺസർ ചെയ്യുന്ന ആരാണോ അവരുടെ പേരായിരിക്കും അവിടെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ മാർബൽ സ്റ്റേഡിയമാണ്. ഇതൊരു കാർ പാർക്കിംഗ് ആണ്, പബ്ലിക് കാർ പാർക്ക്. 1 മണിക്കൂറിന് $4, 2 മണിക്കൂറിന് $8 ഒക്കെയാണ് റേറ്റ്. ഇത് ഡോക്ക്ലാൻഡ് ആണ്. ഡോക്ക്ലാൻഡിൽ ചക്രമൊക്കെ ഉണ്ടല്ലോ, കറങ്ങുന്ന ചക്രം. ആയിക്കൊള്ളല്ലോ, വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഡോക്ക്ലാൻഡ്സിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നേരത്തെ കണ്ട അത്രയും തിരക്ക് ഇവിടെ ഇല്ല അല്ലേ? ഇല്ല, ഇവിടെ ഇപ്പൊ തിരക്കില്ല. അവിടെ എന്തെങ്കിലും മാച്ച് നടക്കുന്ന ഫുട്ബോൾ മാച്ച് ഒക്കെ നടക്കുന്ന ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. എല്ലാവരും അവനവന്റെ ടീമിന്റെ സ്വെറ്ററും സ്കാർഫും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ ഒരു നല്ല രസമാണ്. ഞാൻ എന്താ പറയാ, കലൂർ സ്റ്റേഡിയത്തിന്റെ പുറത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുള്ളപ്പോൾ ഉള്ള സെറ്റപ്പ് ഇല്ലേ, അതുപോലെയാണ് ഇവിടെ ആ സമയത്ത്. പിന്നെ ഇപ്പൊ ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കോവിഡ് കഴിഞ്ഞപ്പോൾ കൂട്ടിപ്പോയി. അതിന് മുമ്പുള്ളൊരു സമയത്ത് ഈ റെസ്റ്റോറൻറ്റ്സ് മുഴുവൻ അങ്ങ് ഓപ്പൺ ആവും. 2-3 പാർട്ടി സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ മൊത്തം ലൈവ് ആയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. കോവിഡ് കഴിഞ്ഞ് ഇച്ചിരി ക്ഷീണിച്ചിരിക്കുകയാണ്. സ്റ്റിൽ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം. അതുപോലെ ഇവിടെ കണ്ട കുറേ ബോട്ടുകളും നമ്മൾ നേരത്തെ കണ്ട മാർബൽ സ്റ്റേഡിയം കാണാം. അവിടെ 7 മെൽബൺ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ബിൽഡിംഗ്. 7 ന്യൂസ് ചാനലാണോ അത്? നാട്ടിലെ മനോരമ ന്യൂസ് ഒക്കെ പോലത്തെ ഒരു ന്യൂസ് ചാനലാണത്. 7 മെൽബൺ. അത് ശരി. അപ്പൊ അതിന്റെ ഓഫീസായിരിക്കും അത്. നമ്മളെ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ നൈസായിട്ട് കുറച്ച് ചോറും ചിക്കൻ, ഇതെന്ത് കടായ ചിക്കൻ അല്ലേ, കടായ ചിക്കൻ, പിന്നെ
ബട്ടർ ചിക്കൻ, നാൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ഇവിടെ വേറെ ഇന്ത്യൻ ഐറ്റം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ സാധനങ്ങളാണ് കിട്ടണേ. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ശരിക്കും. ഓൾമോസ്റ്റ് 9. ഓ 9:30യോ? 9:30. ഇങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാടുകൾ. ഇരിക്കട്ടെ, ഇപ്പൊ സമയം രാത്രി 9:30. 9:30 ഒക്കെ ആകുമ്പോ അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ മൊബൈലിന്റെ ടോർച്ച് ഇങ്ങനെ വെട്ടോ അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഇമെയിൽ വന്നേക്കണം, എൻ്റെ ഫ്ലൈറ്റ്, നാളത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ. ജെസ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു, ഇവിടുത്തെ കമ്പനിയാണ്. അത് ബഡ്ജറ്റ് എയർലൈൻ, ഏത് നേരം ക്യാൻസലേഷൻ ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ എനിക്ക് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ കയറി നേരെ മെൽബണിൽ നിന്ന് നേരെ സിംഗപ്പൂർ പോയി ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് തന്നെ പിന്നെ ഇതേ ആ ടൈമിൽ തന്നെ ഫ്ലൈറ്റ് വേണ്ടേ. മൊത്തത്തിൽ വെള്ളിയായിട്ട് ആകെ പ്രശ്നമായി. കുറേ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ സ്കൂട്ട് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഭാഗ്യത്തിന് കിട്ടി. അത് ജസ്റ്റ് ഒരു ഈ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ജസ്റ്റ് ഒരു 1 മണിക്കൂറത്തെ ഡിഫറൻസിൽ ആ ഫ്ലൈറ്റ് പോകും. പക്ഷേ റേറ്റ് നല്ല കത്തിയായിരുന്നു, 35,000 രൂപയായി. അല്ല, എനിക്ക് പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഷുറൻസിൻ്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ക്ലെയിം ചെയ്യാൻ പറ്റും, എക്സ്ട്രാ വരുന്ന പൈസ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റ് വന്ന് ദൈവത്തിന് അറിയാം, നോക്കാം. അത് വേറെ കാര്യം. അതിനേക്കാളും നല്ലത് നമ്മുടെ ആ സമയം. അല്ലെങ്കിൽ എൻ്റെ സിംഗപ്പൂർ ഫ്ലൈറ്റിൻ്റെ ഇത് പോവും. എനിക്കാണെങ്കിൽ അടുത്ത ഒരു വിസയുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അടുത്ത ദിവസം നാട്ടിലെത്തണം. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്കൂട്ട് എയർലൈൻസ് ബുക്ക് ചെയ്ത് അത് റെഡി ആയിട്ടിരിപ്പുണ്ട്. കാശിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അതാണ് ഇന്ന് നടന്ന സംഭവം. ഇനിയിപ്പോൾ നാളെ രാവിലെ അല്ല, ഉച്ചക്കാണ് ഫ്ലൈറ്റ്. ഇനി നേരെ നാട്ടിലോട്ട് പോകണ പരിപാടി. ലാസ്റ്റ് ഈ സീരീസിൻ്റെ, അതായത് വലിയൊരു ട്രിപ്പായിരുന്നു, കുറേ രാജ്യങ്ങളൊക്കെ പോയിട്ട് വരുന്ന ട്രിപ്പിൻ്റെ അവസാന എപ്പിസോഡായിരിക്കും നാളെ. അടുത്ത എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നികിതയുടെ ഇത് പറഞ്ഞ മറ്റേ നികിത പോള് ഞാൻ മറ്റേ ഇപ്പൊ മമ്മിയായിട്ട് സംസാരിച്ചേ. അപ്പൊ മമ്മിയുടെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു രസമാണ്. അത് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തോ? യൂട്യൂബിലില്ല? അത് ഇൻസ്റ്റാഗ്രാമിലാണ് മെയിൻ. യൂട്യൂബിലോട്ട് നമ്മൾ പിച്ച വെച്ച് കേറുന്നു. പിച്ചക്കാരിയാണെന്നാണ് പറയണത്. ഇടക്കിടക്ക് പറയും ഞാൻ പിച്ചക്കാരിയാണ്. അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നികിത പോള്, അതേപോലെ യൂട്യൂബിലും എല്ലാം നികിത പോൾ, NIKHITA പോൾ. ITI പഠിച്ചാണോ? അപ്പോൾ കയറി നോക്കി, അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് വിട പറയുകയാണ്. നാളെ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി എയർപോർട്ടിൽ കയറി വീട്ടിൽ പോകും. ഫൈനലി വീട്ടിലെത്തുകയാണ്. വീട്ടുകാര് മോൻ എവിടെ പോയെന്ന് തപ്പുന്നുണ്ടോ? അങ്ങനെ പറയുന്നത് ശീലോട്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടേ സന്തോഷം. അപ്പോൾ ഞങ്ങൾ മെൽബൺ മൊത്തം ഞങ്ങളെ കാണിച്ചു തന്നു. അതുപോലെ ഒരാളും കൂടി ടോർച്ചൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഋഷി. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ മീറ്റ് ചെയ്യാം. ലോങ് ട്രിപ്പ്. ഇനിയിപ്പോ മെൽബൺ വിസിറ്റ് ചെയ്യണമെന്നല്ല നമ്മൾ അയച്ചു ചേർക്കില്ലേ? ഇനിയുണ്ടല്ലേ? ഇനിയുണ്ടെന്ന്. അത് കുഴപ്പമില്ല, ഒരു ഷോർട്ട് വിസിറ്റ് ആണ്. ഇനി സിഡ്നി ഉണ്ട്, ബ്രിസ്ബൺ ഉണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓസ്ട്രേലിയൻ ട്രിപ്പ് ഇനി വേറൊരു പ്ലാനായിട്ട് വരാം, അതിന് വേണ്ടി മാത്രം ഇട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ കാണാം. അപ്പൊ ഞാൻ തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ കുപ്പി വരുമോ? അവിടെ റെക്കോർഡിങ്ങാ, ഇവിടെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കരുത്. യെസ്, അപ്പോൾ എൻ്റെ കുപ്പി അവിടെ കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ പോട്ടെ, നിങ്ങൾക്കും ടാറ്റ. ശരി, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണേ. ബൈ.